നിങ്ങളുടെ ക്ലാസ്സിലും ഇതുപോലത്തെ ഒരു സ്റ്റുഡൻറ്റ് ഉറപ്പായിട്ടും ഉണ്ടാകും. ആക്ച്വലി നമ്മൾ സാധാരണ രീതിക്ക് നമ്മുടെ ക്ലാസ് എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിലോട്ട് തിരികെ വന്നിട്ടുണ്ടാവും. അപ്പം അന്നേരം ലാസ്റ്റ് ബെഞ്ചിൽ ഒരു കോർണറിൽ ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ചെന്ന് ചോദിക്കും, എടി എന്ത് പറ്റി, എന്താ കരയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, എടി ഞാൻ എക്സാമിന് ഒന്നും എഴുതിയിട്ടില്ല, ഉറപ്പായിട്ട് പൊട്ടും, എൻ്റെ അമ്മ അറിഞ്ഞ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, അങ്ങനെ അവൾ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവളോട് പറയും, ഇത് കുഴപ്പമില്ല, ക്ലാസ് എക്സാം അല്ലേ, ഇതിന് വലിയ ഇങ്ങനെ മാർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് സെമസ്റ്റർ എക്സാം ഓർ ടേം എക്സാമിന് നമുക്ക് സ്കോർ ചെയ്യാമല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഒന്നും കോംപ്രമൈസ് ചെയ്യും. ദെൻ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ മാർക്സ് ഒക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അവളോട് ചോദിക്കും, എടി നീ പാസ്സായോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, ഞാൻ പാസ്സായി എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്നിട്ട് ചോദിക്കും, മാർക്ക് എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, ഇത് തോന്നുന്നു 95 or 96 out of 100 അങ്ങനെ ആയിരുന്നു എൻ്റെ സമയത്ത് പറഞ്ഞത്. ആക്ച്വലി ഇങ്ങനെ ഇതുപോലത്തെ ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഓർ ഫ്രണ്ട്സ് എല്ലായിടത്തും ഉണ്ടാകും. ആക്ച്വലി ശരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതെന്താണ്, ആക്ച്വലി ഡ്രാമ ക്വീൻ ആണോ ഓർ നമ്മുടെ അറ്റൻഷൻ സീക്കിംഗ് ആണോ, ശരിക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സോ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് നിങ്ങളുടെ ക്ലാസ്സിലോ ഓർ കോളേജിലും ഉറപ്പായിട്ട് ഇതുപോലത്തെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിലൂടെ പറയണേ, എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാനായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ, ഗോഡ് ബ്ലെസ് യു, ബൈ.